ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്നതിൽ നരേന്ദ്രമോദിയെ പരിഹസിച്ച് ഓർത്തഡോക്സ് ബിഷപ്പ്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നുവെന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ്. പാലക്കാട് സ്കൂളിൽ പുൽക്കൂട് നശിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപത. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ കൊന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രയേൽ. പ്രഖ്യാപനം ഹനിയ കൊല്ലപ്പെട്ട 5 മാസത്തിന് ശേഷം. യമനിലെ ഹൂത്തി വിമതരുടെ തലയറുക്കുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ക്ഷേമ പെൻഷൻ വാങ്ങിയ കൂടുതൽ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരിൽ നിന്ന് 18% പലിശയോടെ പണം തിരിച്ചുപിടിക്കും. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യില്ല. കോഴിക്കോട് വടകരയിൽ കാരവനിൽ ഉറങ്ങിയവർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്ന നിഗമനം. എസിയുടെ പ്രവർത്തനം നിലച്ചപ്പോൾ വാഹനത്തിൽ വിഷവാതകം നിറഞ്ഞു. മരിച്ചത് കാരവൻ ഡ്രൈവർ മനോജും സഹായി ജോയലും. ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 4.5 ലക്ഷം അയ്യപ്പന്മാരെത്തി. മണ്ഡലപൂജയ്ക്ക് എത്തുന്ന എല്ലാവർക്കും ദർശനം അനുവദിക്കും. ചോദ്യം ചെയ്യലിനായി അല്ലു അർജുൻ പോലീസ് സ്റ്റേഷനിൽ. പുറത്ത് തമ്പടിച്ച ആരാധകർ. സ്റ്റേഷന് ചുറ്റും വൻ പോലീസ് സന്നാഹം. കാക്കനാട് NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയിൽ അന്വേഷണം തുടങ്ങി. ക്യാമ്പ് നിർത്തിവെച്ചത് ഇന്നലെ രാത്രി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധത്തെ തുടർന്ന്. ആശുപത്രിയിലുള്ള 70-ലധികം കുട്ടികളുടെ നില തൃപ്തികരം. കോഴിക്കോട് വടകരയിൽ നിർത്തിയിട്ട കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് ആദ്യ നിഗമനം. വാഹനത്തിലെ എസിയിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഇന്നലെ രാത്രിയാണ് മലപ്പുറം വണ്ടൂർ സ്വദേശി മനോജിനെയും കാസർഗോഡ് സ്വദേശി ജോയലിനെയും കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബെർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറായ മനോജ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ്. ഇതേ കമ്പനിയിലെ ജീവനക്കാരനാണ് ജോയൽ. ഏരമംഗലം സ്വദേശി നാസറിന്റേതാണ് വാഹനം. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംശയാസ്പദമായി ഒന്നും വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ എന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ കരിമ്പനപാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണവും ഒരുക്കി ഇന്നലെ ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പെർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻക്വസ്റ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തിലൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. തലശ്ശേരിയിൽ വിവാഹത്തിന് ആളുകളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങവെയാണ് അപകടം. വടകരയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം വഴിയരികിൽ വാഹനമൊതുക്കി AC ഇട്ടുറങ്ങിയപ്പോൾ വാഹനത്തിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് ആ വാതകം ശ്വസിച്ചതാവാം മരണത്തിനിടയാക്കിയെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോഴിക്കോട്. പുഷ്പ 2 റിലീസിംഗിനിടെ യുവതി മരിച്ച കേസിൽ നടൻ അല്ലു അർജുൻ ചോദ്യം ചെയ്യലിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് വെളിയിൽ ആരാധകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹമാണ് പോലീസ് സ്റ്റേഷന് വെളിയിൽ ഇപ്പോൾ ഉള്ളത്. അതിനിടെ കോൺഗ്രസ് നേതാവ് നവീൻ രാച്ചകൊണ്ട പുതിയൊരു പരാതി പുഷ്പ 2വിനെതിരെ നൽകിയിട്ടുണ്ട്. പുഷ്പ 2യുടെ റിലീസുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരായി. ആദ്യം നടൻ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തിയത്. പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ്, ഭാര്യാപിതാവും കോൺഗ്രസ് നേതാവുമായ ചന്ദ്രശേഖർ റെഡ്ഡി, അഭിഭാഷകർ എന്നിവർക്കൊപ്പമാണ് നടൻ വന്നത്. ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP ആകാംക്ഷ യാദവ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ACP L രമേഷ് കുമാർ, SHO രാജു നായക് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. പോലീസ് സ്റ്റേഷന് സമീപവും സന്ധ്യ തിയേറ്ററിലേക്ക് പോകുന്ന റോഡുകളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി.
അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് അല്ലു അർജുൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ പുഷ്പ 2-ൽ പോലീസ് ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രംഗങ്ങളുണ്ട് എന്ന പരാതിയുമായി കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി. ചിത്രത്തിന്റെ അഭിനേതാക്കൾ, സംവിധായകൻ, നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെ തീൻമാർ മല്ലണ്ണ എന്നറിയപ്പെടുന്ന കോൺഗ്രസ് MLC നവീൻ രാച്ചിക്കൊണ്ടയാണ് പരാതി നൽകിയത്. രംഗങ്ങളിൽ ചിലത് തരം താഴ്ന്നവയാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും മല്ലണ്ണ ആരോപിച്ചു. ഡിസംബർ 4-ന് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 പ്രദർശനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 35-കാരിയായ സ്ത്രീ മരിക്കുകയും 8 വയസ്സുള്ള മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കേസിൽ നടൻ അല്ലു അർജുൻ 11-ാം പ്രതിയായി അറസ്റ്റിലായി. പിന്നീട് തെലങ്കാന ഹൈക്കോടതി 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. നടനെതിരെ രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്ന് BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് DMO ഓഫീസിൽ ഒരു കസേരയിലിരിക്കാൻ 2 DMOമാർ. കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പഴയ DMO കസേര ഒഴിയാൻ തയ്യാറായിട്ടില്ല. ഇതോടെ സ്ഥലം മാറി വന്ന വനിതാ DMO ഔദ്യോഗിക കസേരയുടെ അഭിമുഖമായി നിലയുറപ്പിച്ചു. ആരാണ് DMO എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ജീവനക്കാർ. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പ്രകാരം കോഴിക്കോട് DMO ഡോക്ടർ N. രാജേന്ദ്രനെ തിരുവനന്തപുരം ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചിരുന്നു. പകരം എറണാകുളം DMO ആയിരുന്ന ഡോക്ടർ ആശാദേവിയെ കോഴിക്കോടും നിയമിച്ചു. ഡിസംബർ 10-നാണ് DMOയായി ഡോക്ടർ ആശാദേവി ചുമതല ഏറ്റെടുത്തത്. അന്നു തന്നെ ഡോക്ടർ രാജേന്ദ്രൻ സ്ഥാനമൊഴിയുകയും ചെയ്തു. എന്നാൽ ഡിസംബർ 12-ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് സ്ഥലം മാറ്റ ഉത്തരവിൽ സ്റ്റേ വാങ്ങിയ ഡോക്ടർ രാജേന്ദ്രൻ വീണ്ടും DMOയായി കോഴിക്കോട്ടെത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഇന്നലെ ചാർജ് എടുക്കാനായി ഡോക്ടർ ആശാദേവി വീണ്ടും ഓഫീസിലെത്തിയെങ്കിലും മാറാൻ ഡോക്ടർ രാജേന്ദ്രൻ തയ്യാറായില്ല. ഇതോടെ 3 മണിക്കൂറിലധികം രണ്ടുപേരും ഒരേ ക്യാബിനിൽ തുടർന്നു. ഇന്നും വീണ്ടും ഡ്യൂട്ടിക്കെത്തിയെങ്കിലും പഴയ അവസ്ഥ തന്നെയായിരുന്നു ഓഫീസിൽ. സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന നിലപാടിലാണ് ഡോക്ടർ രാജേന്ദ്രൻ. വകുപ്പിന് നാണക്കേടായി മാറിയ കസേര വിവാദത്തിൽ ആരോഗ്യവകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 373 സർക്കാർ ജീവനക്കാർക്കെതിരെ കൂടി നടപടി. ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. 18% പലിശയോടെ പണം തിരികെ നൽകണം എന്നാണ് ഉത്തരവ്. എന്നാൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യില്ല. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിലേറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. പേര് സഹിതമാണ് 373 പേരുടെ പട്ടിക ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. അറ്റൻഡർമാർ, ക്ലർക്കുമാർ, നഴ്സിംഗ് അസിസ്റ്റൻസ് തുടങ്ങിയവരാണ് പട്ടികയിൽ. ഇവരെ സസ്പെൻഡ് ചെയ്യേണ്ട എന്നാണ് നിലവിലെ തീരുമാനം. പിഴയോടുകൂടി പണം തിരിച്ചു പിടിക്കും. ഇവർക്കെതിരെ വകുപ്പ് തല നടപടി വൈകാതെ ഉണ്ടാകും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പും പൊതുഭരണ വകുപ്പുമാണ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നടപടിയെടുത്തത്. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 പാർട്ട് ടൈം സ്വീപ്പർമാർക്ക് പെൻഷൻ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു. 18% പലിശ സഹിതമാണ് തിരിച്ചടയ്ക്കേണ്ടത്. 22,600 രൂപ മുതൽ 86,000 രൂപ വരെ ഇവർ തിരിച്ചടയ്ക്കേണ്ടി വരും. നേരത്തെ മണ്ണ് സംരക്ഷണ വകുപ്പിലെ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വനനിയമ ഭേദഗതി ഉടൻ നിയമമാകാൻ സാധ്യതയില്ല. ഭേദഗതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉദ്ദേശ്യം. അതിന് കാരണം കേരള കോൺഗ്രസിന്റെ എതിർപ്പ് കൂടിയാണ്. ഈ മാസം 31-ന് ഹിയറിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. രാഷ്ട്രീയ സാഹചര്യത്തിലെ അപകടം തിരിച്ചറിഞ്ഞാണ് സർക്കാർ നീക്കം. നിലവിലെ രൂപത്തിൽ ഭേദഗതി ബിൽ കൊണ്ടുവന്നാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയായി അത് മാറിയേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുപാട് അകലെയല്ല. കത്തോലിക്ക സഭയെയും മലയോര ജനതയെയും പിണക്കുന്നത് ഭൂഷണമല്ലെന്ന് സർക്കാർ തിരിച്ചറിയുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കടുത്ത നിലപാടും പരിഗണിക്കാതെ പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് വനനിയമ ഭേദഗതി ബില്ലിൽ കാര്യങ്ങൾ മന്ദഗതിയിലാക്കാൻ സർക്കാരും CPM-ഉം ആലോചിക്കുന്നത്. നിലവിലെ രീതിയിൽ മുന്നോട്ട് പോയാൽ CPI-യും ഇടഞ്ഞേക്കും. എതിർപ്പുയർന്ന കരട് ബില്ലിലെ ഭാഗങ്ങൾ ഒഴിവാക്കാൻ ഇതുകൊണ്ടുകൂടിയാണ് ആലോചിക്കുന്നത്. കൃഷിഭൂമികൾ ബഫർ സോണായി മാറുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകളും ഒഴിവാക്കും. വാറന്റില്ലാതെ അറസ്റ്റിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കരട് ബില്ലിലുള്ളത്. UDF സാഹചര്യം മുതലെടുത്തേക്കുമെന്ന രാഷ്ട്രീയ കരുതലും CPM-നുണ്ട്. 31-ന് പബ്ലിക് ഹിയറിംഗ് ഉണ്ട്. എന്നാൽ തുടർന്നും കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുമോ എന്നത് വ്യക്തമല്ല. ജനുവരിയിലെ നിയമസഭാ സമ്മേളനത്തിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരാനും സാധ്യതയില്ല. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.
എറണാകുളം കാക്കനാട് NCC ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെയും കളമശ്ശേരിയിലെ BJP കൗൺസിലർക്കെതിരെയും പോലീസ് കേസെടുത്തു. വീടുകളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് ക്യാമ്പിൽ തിരിച്ചെത്താൻ NCC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധയേറ്റ 80-ലധികം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെയാണ് NCC 21 കേരള ബറ്റാലിയൻ ക്യാമ്പിൽ പങ്കെടുത്ത 80ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിവരം അറിഞ്ഞെത്തിയ രക്ഷിതാക്കൾക്ക് KMM കോളേജിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇതോടെ രാത്രി 11 മണിക്ക് രക്ഷിതാക്കളും നാട്ടുകാരും കോളേജിന്റെ ഗേറ്റ് തകർത്ത് ക്യാമ്പസിലേക്ക് പ്രവേശിച്ചു. ഇതിന് നേതൃത്വം നൽകിയ SFI നേതാക്കൾക്കെതിരെയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേർ പ്രതികളാണ്. നിയമവിരുദ്ധമായി കൂട്ടം ചേർന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. ക്യാമ്പ് നിർത്തിവെക്കണമെന്ന് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിപ്പോയ കുട്ടികളോട് ക്യാമ്പിലേക്ക് തിരിച്ചുവരണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ക്യാമ്പിൽ തുടർന്നും പങ്കെടുത്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ക്യാമ്പ് തുടങ്ങാവൂ എന്നാണ് കളക്ടറുടെ നിലപാട്. ചികിത്സയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു. ക്യാമ്പിൽ നിന്നും പരിശോധന തുടരാൻ തൃക്കാക്കര നഗരസഭയ്ക്കും ആരോഗ്യ വിഭാഗത്തിനും കളക്ടർ നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് അയച്ച സാമ്പിളിന്റെ ഫലം ഉടൻ ലഭിക്കും. ന്യൂസ് 18 കൊച്ചി. ബിഷപ്പുമാർക്കൊപ്പമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആഘോഷത്തെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് ക്രിസ്മസ് വിരുന്ന് നാടകമാണെന്നും ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ വിമർശനം. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായം മാത്രമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ക്രിസ്തുമസ് നയതന്ത്രം തുടരുന്നതിനിടെയാണ് ക്രൈസ്തവ നേതൃത്വത്തിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത്. ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യുഹാനോൻ മിലിത്തിയോസ് വിമർശനവുമായി രംഗത്തു വന്നു. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച യുഹാനോൻ മിലിത്തിയോസ് വിമർശനം കടുപ്പിച്ചു. വിരുന്നു നാടകമാണ്, ഊതിക്കൊണ്ട് കഴുത്തറക്കുന്നതിന് തുല്യമാണിതെന്നും പാലക്കാട്ടെ ആക്രമണങ്ങൾ പരാമർശിച്ച് യുഹാനോൻ മാർ മിലിത്തിയോസ് പ്രതികരിച്ചു. BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സമയം മുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വളരെ പ്രകടമായ ഒരു നടപടി പല തലങ്ങളിൽ പല ശൈലിയിൽ നടപ്പാക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിട്ടാണ് 2 കാര്യങ്ങൾ ഞാൻ കാണുന്നത്. അത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡൽഹിയിൽ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത് CBCIയുടെ ആസ്ഥാനത്ത് പോയി അവിടെയുള്ള പുൽക്കൂടില് പുഷ്പാർച്ചന നടത്തുന്നു. അതേസമയം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന ആ പാർട്ടിയുടെ പ്രാദേശിക ഘടകം പാലക്കാട് 2 സ്കൂളുകളിൽ ഇതേ പുൽക്കൂട് നശിപ്പിക്കുകയും അത് ക്രമീകരിച്ച് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നു. നേരത്തെയും BJP നേതാക്കളുടെ അരമന സ്നേഹത്തെ യുഹാനോൻ മാർ മിലിത്തിയോസ് വിമർശിച്ചിട്ടുണ്ട്. ഗോത്ര കലാപകാലത്ത് കന്യാസ്ത്രീകളെയും വൈദികരെയും നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചിഴച്ചത് ക്രൈസ്തവർ മറക്കില്ല എന്നായിരുന്നു വിമർശനം. അതേസമയം വിഷയത്തിൽ ഓർത്തഡോക്സ് സഭ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാലക്കാട് തത്തമംഗലത്ത് പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിൽ സർക്കാർ ശക്തമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിലും രംഗത്തു വന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ നടക്കാൻ പാടില്ല. അവിടെ ഒരു മതത്തിനും ഒരു വിധത്തിലും തടസ്സം ആകാത്ത വിധത്തിൽ ആയിരിക്കണം. അതിന് നമുക്ക് നല്ല ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഞാൻ കേട്ടിട്ടില്ല, കേട്ടാലും കണ്ടാലും ഞാൻ മനസ്സിലാക്കുന്നത് ജനാധിപത്യ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ ചെയ്യാനായിട്ടോ അതിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. നടപടികൾ എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ന്യൂസ് 18. പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ച് ഫോർട്ട് കൊച്ചി വേളി മൈതാനത്ത് ഒരുക്കിയ കൂറ്റൻ പാപ്പാഞ്ഞി കാണികൾക്കായി തുറന്നുകൊടുത്തു. പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിക്ക് പുറമെയാണ് മറ്റൊരു കൂറ്റൻ പാപ്പാഞ്ഞി. എന്നാൽ ഇങ്ങനെയൊരു പാപ്പാഞ്ഞി ഒരുക്കരുതെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സംഘാടകർ വഴങ്ങിയില്ല.
ഹമാസ് മുൻ മേധാവി ഇസ്മായിൽ ഹനിയയെ കൊന്നത് തങ്ങളാണെന്ന് ഇസ്രായേൽ സമ്മതിച്ചു. യമനിലെ ഹൂത്തി തീവ്രവാദികൾക്കുള്ള മുന്നറിയിപ്പിലാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട് 5 മാസം പിന്നിടുമ്പോഴാണ് ഇസ്രായേൽ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, ഹസൻ നസ്രുള്ള എന്നിവരെ കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ടെഹ്റാൻ, ഗസ, ലെബനൻ എന്നിവിടങ്ങളിൽ ചെയ്തതുപോലെ ഹുദൈദയിലും സനയിലും ചെയ്യാൻ കഴിയുമെന്ന് ഹൂതികൾക്ക് മുന്നറിയിപ്പ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ജൂലൈ 31-നാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ഇറാൻ പ്രസിഡന്റായി മസൌദ് പെസേഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അവിടെ എത്തിയത്. 2017 മുതലാണ് ഹമാസിന്റെ നയതന്ത്രമുഖമായി ഹനിയ മാറുന്നത്. ഗസ മുനമ്പിലെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയാണ് ഖത്തറിലെത്തിയത്. വെടിനിർത്തൽ ചർച്ചകളിലെല്ലാം ഹമാസിന്റെ മുഖമായിരുന്നു. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം ഹമാസിന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നത് ഹനിയയാണ്. ഹമാസിനെ അക്രമാസക്തമാക്കുന്നതിലും ഹനിയയ്ക്ക് പ്രധാന പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്തറിലായിരുന്നു ഇസ്മായിൽ ഹനിയ കഴിഞ്ഞിരുന്നത്. പലസ്തീൻ സായുധ സംഘത്തിന്റെ മൊത്തത്തിലുള്ള നേതാവായി കണക്കാക്കപ്പെട്ടിരുന്ന ഇസ്മായിൽ ഹനിയ 1980കളുടെ അവസാനത്തോടെയാണ് ഹമാസിന്റെ റാഡിക്കൽ ഓപ്പറേഷനുകളിൽ സജീവ സാന്നിധ്യമാകുന്നത്. ഹനിയയുടെ കൊലപാതകത്തിന് ശേഷം സെപ്റ്റംബറിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടു. പിന്നാലെ ഹനിയയുടെ പിൻഗാമി യഹിയ സിൻവാറും ഗസാ മുനമ്പിൽ വെടിയേറ്റ് മരിച്ചു. ഹൂതികൾ ഇസ്രായേലിനു നേരെ മിസൈൽ പ്രയോഗിക്കുമ്പോൾ അവർക്ക് വ്യക്തമായൊരു സന്ദേശം നൽകുകയാണ് പ്രതിരോധ മന്ത്രി. ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തി, ഞങ്ങൾ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്തി, ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു, ഉത്പാദന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി, സിറിയയിലെ അസദ് ഭരണകൂടത്തെ തൂത്തെറിഞ്ഞു. യമനിലെ ഹൂതി ഭീകര സംഘടനകൾക്കും ഞങ്ങൾ കനത്ത പ്രഹരം നൽകും. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് അടിവരയിട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഉച്ചവരെ 1,00,000-ലധികം ഭക്തരാണ് മല കയറിയത്. അടുത്ത 2 ദിവസം തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആരുടെയും ദർശനം തടയില്ലെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ആദ്യമായാണ് 1,00,000 കടന്ന് ഭക്തരെത്തുന്നത്. ഇന്നലെ 1,06,621 ഭക്തർ മല കയറി. ഇന്നുച്ചയ്ക്ക് മുൻപ് തന്നെ ഭക്തരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. 25, 26 തീയതികളിൽ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും എത്തുന്ന ഭക്തരെ കടത്തിവിടാനാണ് തീരുമാനം. ഇതുവരെ ആരും തിരിച്ചു പോയിട്ടില്ലല്ലോ. കോടതി നിർദ്ദേശം 5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു നോക്കാം, പൊതുവായൊരു മാനദണ്ഡമായി കോടതി പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഇതുവരെ വന്ന ഒരാളും തിരിച്ചു വിട്ടിട്ടില്ലല്ലോ. കോടതിയെ ബോധ്യപ്പെടുത്താം, നമ്മൾ ബോധ്യപ്പെടുത്തും. സ്വാഭാവികമായും കോടതിയും പരമാവധി ഭക്തർ സുഖസംതൃപ്തിയോടുകൂടി പോകണമെന്നല്ലേ കോടതിക്ക് ആഗ്രഹമുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,45,000 ഭക്തർ ഇന്നലെ വരെ അധികമായി എത്തി. വരുമാനവും വർദ്ധിച്ചു. പ്രളയത്തിനും കോവിഡിനും പിന്നാലെ പഴയ പരിപാടികൾ വീണ്ടും തുടങ്ങാനാണ് ബോർഡിന്റെ തീരുമാനം. 6 വർഷത്തിന് ശേഷം ജനുവരി 12-ന് പമ്പാ സംഗമം നടക്കും. അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത് പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകൾ പുറത്തിറക്കാനും ബോർഡ് തീരുമാനിച്ചു. ജനുവരി 14 നടക്കുന്ന ഹരിവരാസന പുരസ്കാര വിതരണ വേദിയിൽ ലോക്കറ്റ് പുറത്തിറക്കും. 1 ഗ്രാം മുതൽ വിവിധ തൂക്കങ്ങളിൽ ലോക്കറ്റ് ലഭിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നാളെ വൈകുന്നേരമാണ്. മറ്റന്നാൾ ഉച്ചയ്ക്ക് 12:30-ക്കാണ് മണ്ഡല പൂജ. ഗ്രഹണം മൂലം ഇന്ന് നടയടച്ചിടുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയവർക്കെതിരെ ബോർഡ് പോലീസിൽ പരാതി നൽകി. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. 101-ാം വയസ്സിൽ ശബരിമലയിൽ ദർശനം നടത്തിയതിന്റെ സന്തോഷത്തിലാണ് വയനാട് സ്വദേശിനി പാറുക്കുട്ടിയമ്മ. പാറുക്കുട്ടിയമ്മയ്ക്കായി പ്രത്യേക സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരുന്നത്. നൂറാം വയസ്സിൽ കഴിഞ്ഞ വർഷമാണ് പാറുക്കുട്ടിയമ്മ ആദ്യമായി അയ്യപ്പനെ കാണാനെത്തിയത്. ആ ആഗ്രഹം അവിടെ അവസാനിച്ചില്ല. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കൊച്ചുമക്കൾക്കൊപ്പം ശബരീശ സന്നിധിയിലേക്ക്. പാറുക്കുട്ടിയമ്മയ്ക്കായി 18-ാം പടി ഒഴിച്ചിട്ടാണ് ദേവസ്വം ബോർഡും പോലീസും സൗകര്യമൊരുക്കിയത്. 18 പടിയും തൊട്ടുവണങ്ങി അങ്ങനെ തിരുനടയിലേക്ക്. അയ്യപ്പനെ കാണാനുള്ള ആഗ്രഹം അങ്ങനെ അവസാനിക്കില്ലെന്ന് പാറുക്കുട്ടിയമ്മ.
105 വയസ്സുവരെ ജീവിക്കുമെന്നാണ് സ്വയം പ്രവചിക്കുന്നത്. അന്നുവരെ സന്നിധാനത്തെത്തണം. 105 വയസ്സ് വരെ എനിക്ക് ആയുസുണ്ട്. അതൊന്നും ഇനി പറയാൻ പറ്റില്ല. അട്ടകൊല്ലങ്ങൾ വന്നുണ്ട്, പക്ഷെങ്കിൽ വരും. അല്ലെങ്കിൽ ദൈവം വിളിച്ചാൽ പോകാതിരിക്കും. ഇനി പോകാൻ ദൈവം വിളിച്ചാൽ. ചെവി കേൾക്കാത്ത അമ്മൂമ്മയ്ക്ക് എല്ലാ സഹായങ്ങളുമായി കൊച്ചുമകൾ അവന്തികയുമുണ്ട്. പറഞ്ഞാൽ തീരാത്ത സന്തോഷവുമായി. എങ്ങനെയുണ്ട്? മല കയറിയിട്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് തൊഴുതോ? എങ്ങനെയുണ്ട് അമ്മയുടെ കൂടെ വരുമ്പോൾ എക്സ്പീരിയൻസ്? അമ്മൂമ്മ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ചിലപ്പോഴൊക്കെ അയ്യപ്പസ്വാമിയുടെ കഥയാണോ പറഞ്ഞു തരുന്നത്? ചിലപ്പോഴൊക്കെ അയ്യപ്പസ്വാമിയുടെ കഥയൊക്കെ പറഞ്ഞു തരും എനിക്ക്. പ്രായം തളർത്താത്ത ഭക്തിയുമായി അയ്യപ്പ ദർശനത്തിനെത്തിയ പാറുക്കുട്ടിയമ്മയെ തന്ത്രി പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. വീണ്ടും അയ്യപ്പനെ കാണാനുള്ള ആഗ്രഹം ബാക്കി വെച്ചാണ് മടക്കം. അരുൺ പാലോടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, സന്നിധാനം. മുനമ്പം ഭൂമി തർക്കത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനുമായി മുനമ്പം ഭൂസംരക്ഷണ സമിതി കൂടിക്കാഴ്ച നടത്തി. കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതായും കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. ക്രിസ്മസ് ദിനമായ നാളെ മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ വീതം നിരാഹാര സമരമിരിക്കും. സർക്കാർ നിയോഗിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കാനിരിക്കെയാണ് കാക്കനാട്ടെ കമ്മീഷൻ ഓഫീസിൽ നിർണായക കൂടിക്കാഴ്ച നടന്നത്. മുനമ്പം ഭൂസംരക്ഷണ സമിതി നേതാക്കൾക്കൊപ്പം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കോട്ടപ്പുറം വികാരി ജനറൽ റോക്കി റോബിനും പങ്കെടുത്തു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കമ്മീഷനെ അറിയിച്ചെന്നും കമ്മീഷന്റെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ. മുനമ്പം കടപ്പുറം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് അത് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള വിധത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്നുകൂടിയൊക്കെ പറയുവാനും പിന്നെ ഈ ചർച്ച ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് മറ്റൊക്കെ ഒന്ന് പറയുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് ശരിയായ രീതിയിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത്. പ്രധാന കക്ഷികളെല്ലാം രേഖാമൂലം വാദങ്ങൾ എഴുതി നൽകിയെന്ന കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രൻ. വഖഫ് ബോർഡിന്റെ വിശദീകരണമാണ് ഇനി ലഭിക്കാനുള്ളത്. ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ഇനി വഖഫ് ബോർഡാണ് പ്രധാനമായിട്ടും മുഖ്യകക്ഷി തരാനുള്ള. വഖഫ് ബോർഡിൻ്റെ ലോയർ എന്നെ വന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു താമസിയാതെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണേലും ഒരു 10 ദിവസത്തിനകം എല്ലാ ഡോക്യുമെൻറ്റ് എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ വെർഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഹിയറിംഗ് കളക്ടറേറ്റിൽ വയ്ക്കാതിരിക്കുകയാണ്. എല്ലാവരും കേൾക്കും, അഭിഭാഷകരൊക്കെ വരും, നിയമവശങ്ങളെല്ലാം ആർഗ്യ ചെയ്യും. അത് കഴിഞ്ഞ് റിപ്പോർട്ട് ഫെബ്രുവരി കൊടുക്കാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ഞാൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറയുന്നു കൊടുക്കാൻ സാധിക്കും. ക്രിസ്മസ് ദിനമായ നാളെ രാവിലെ 10 മണി മുതൽ മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം നിരാഹാരമിരിക്കും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് പുതുപ്പാടിയിൽ സ്കൂട്ടർ യാത്രക്കിടെ ഷോൾ കഴുത്തിൽ കുടുങ്ങി യുവതി മരിച്ചു. വെസ്റ്റ് കൈതപ്പോയിൽ കല്ലടിക്കുന്നുമ്മൽ സുധയാണ് മരിച്ചത്. യാത്രക്കിടെ ഷോൾ കഴുത്തിൽ കുരുങ്ങി തെറിച്ചു വീഴുകയായിരുന്നു. വെസ്റ്റ് കൈതപ്പോയിൽ പഴയ ചെക്ക് പോസ്റ്റിന് സമീപത്ത് ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുപ്പാടി കോഓപ്പറേറ്റീവ് ബാങ്ക് അഗ്രി ഫാം ജീവനക്കാരിയാണ് സുധ. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ കോടതി ക്രൈംബ്രാഞ്ചിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ഷുഹൈബ് കൈപ്പറ്റിയില്ല. കഴിഞ്ഞ ദിവസം MS സൊല്യൂഷൻസിൽ നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിൽ ആദ്യ കുറ്റപത്രം നൽകി. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലെടുത്ത കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കുറ്റപത്രം നൽകിയത്. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയാണ് കേസെടുത്തത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ പ്രതിഷേധ സമരത്തിനൊരുങ്ങി പരാതിക്കാരായ കുടുംബം. അടുത്ത ദിവസം മുതൽ തങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളായ സുറമിയും അനീഷും ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് ആരോഗ്യവകുപ്പ് പറ്റിക്കുകയായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ പരാതി.
നവംബർ 8-നാണ് സുറുമിക്കും അനീഷിനും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ആൺകുഞ്ഞ് ജനിക്കുന്നത്. ആന്തരികമായും പുറമേയും ഗുരുതര വൈകല്യങ്ങളോട് കൂടിയായിരുന്നു കുട്ടിയുടെ ജനനം. ഗർഭാവസ്ഥയുടെ വിവിധ ഘട്ടത്തിൽ സ്കാനിംഗ് നടത്തിയ ഡോക്ടർമാർക്കും സുറുമിയെ ചികിത്സിച്ചിരുന്ന വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കെതിരെയും സംഭവത്തിൽ സൗത്ത് പോലീസ് കേസെടുത്തു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിൽ വകുപ്പ് അന്വേഷണവും ആരംഭിച്ചു. എന്നാൽ എല്ലാം പ്രഹസനമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ DMO ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ MLA ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇവരെല്ലാം ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പൈസയിൽ നിന്ന്, നികുതി കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ പറഞ്ഞ MLA ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആരോഗ്യ WMCയിലെ ഡോക്ടർമാരായിക്കോട്ടെ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന സാധാരണക്കാരൻ. ഞാൻ 100 രൂപയുടെ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് എൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട് അതിന്റെ നികുതി. അതുകൂടെ ചേർത്തിട്ടാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് സേവ ചെയ്യേണ്ടവർ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ കുടുംബത്തിൽ നിന്ന് ടെസ്റ്റുകൾക്ക് പണം ഈടാക്കിയത് വിവാദമായി. ഇപ്പോൾ പോലീസോ വകുപ്പോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. ശ്വാസമുട്ടലിനെ തുടർന്ന് നവജാത ശിശു ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ICUവിലാണ്. വൈകല്യം കണ്ടെത്താതിരുന്ന സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ എടുത്ത നടപടി പ്രഹസനം മാത്രമായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. നീതികേടിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ് അനീഷും സുറുമിയും. ഇപ്പം നമ്മൾക്ക് വരുന്ന പ്രതികരണ രീതി വെച്ച് മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ നിലപാടാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആശുപത്രിയുടെ വാതിക്കൽ തന്നെ ഞാനും സുറുമിയും കുഞ്ഞും കൂടെ സമരത്തിന് തന്നെ പുറപ്പെട്ടു. WMCയുടെ വാതിക്കൽ ഞങ്ങൾക്ക് ഇൻസിഡന്റ് ഉണ്ടായത് WMCയുടെ വാതിക്കലെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നാണ്. ആ ഡോക്ടർമാരെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ നിൽക്കുന്നത്. അനീഷിന്റെയും കുടുംബത്തിന്റെയും ആരോപണം നിലനിൽക്കുന്നതിനിടയിൽ മറ്റു പരാതിക്കാരായ റെയിൽവേ സ്റ്റേഷൻ സ്വദേശി വിഷ്ണുവും ആര്യാട് സ്വദേശി ആകേഷുമെല്ലാം ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൊച്ചിയിൽ 2 വർഷത്തിനു ശേഷം വാത്തുരുത്തിയിൽ ഹാർബർ ലൈനിലൂടെ കടത്തിവിട്ട ട്രെയിൻ തട്ടി യുവാവിന് ദാരുണാന്ത്യം. അതിഥി തൊഴിലാളിയായ UP സ്വദേശി കമലേഷാണ് മരിച്ചത്. കർണാടകത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി എത്തിയ ആഡംബര വിനോദസഞ്ചാര ട്രെയിൻ ഗോൾഡൻ ചാരിയറ്റാണ് ഇടിച്ചത്. ട്രെയിൻ വരുന്നത് അറിയാതെ പാളത്തിൽ ഇരിക്കുകയായിരുന്നു കമലേഷ്. 5 ഏക്കർ സ്ഥലത്ത് ഒരു പുൽക്കൂട്, അതെങ്ങനെയിരിക്കും? കാണാം തിരുവനന്തപുരത്തെ തൂങ്ങാമ്പാറ കൊച്ചു ത്രേസ്യ പള്ളിയിലെ ഈ അടിപൊളി പുൽക്കൂട്. ഓരോ പുൽക്കൂടും രൂപഭംഗി കൊണ്ടും വലുപ്പം കൊണ്ടും വ്യത്യസ്തം. 30 അടി പൊക്കമുള്ള ജോസഫിന്റെയും മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും രൂപങ്ങൾ. ടൈറ്റാനിക്കിലെ ക്രിസ്മസ് അപ്പൂപ്പനും കൗതുകകരം. ഒരു മാസത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് പള്ളിയിൽ പുൽക്കൂട് ഗ്രാമം ഒരുങ്ങിയത്. 500 ക്രിസ്മസ് അപ്പൂപ്പന്മാരുടെ റാലിയോടെയാണ് ക്രിസ്മസ് ഗ്രാമം കാഴ്ചക്കാർക്കായി തുറന്നത്. പുൽക്കൂട് ഗ്രാമം ഏകദേശം 5 ഏക്കറിൽ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 15ഓളം പുൽക്കൂടുകൾ ഒരുക്കുകയും അതോടൊപ്പം തന്നെ 30 അടി പൊക്കമുള്ള തിരുക്കുടുംബത്തിന് യൗസി പിതാവും പരിശുദ്ധ അമ്മയും കനിക പരിശുദ്ധ മാതാവും അതോടൊപ്പം തന്നെ ഉണ്ണീശയും അടങ്ങുന്ന മനോഹരമായി 30 അടി പൊക്കമുള്ള ഒരു തിരുക്കുടുംബത്തിന്റെ ക്രമീകരണം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 31 വരെ പള്ളി അങ്കണത്തിൽ ക്രിസ്മസ് ഗ്രാമത്തിന്റെ പ്രദർശനം ഉണ്ടാവും. ന്യൂസ് 18 തിരുവനന്തപുരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 6 ദിവസ സന്ദർശനത്തിനായി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമാണിത്. പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. സന്ദർശനത്തിന് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഉന്നത അമേരിക്കൻ നയതന്ത്രജ്ഞരുമായി ചർച്ച നടത്തി. സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി കൂർട്ട് കാമ്പൽ, മാനേജ്മെന്റ് ഡെപ്യൂട്ടി സെക്രട്ടറി റിച്ചാർഡ് വർമ്മ എന്നിവരെയാണ് കണ്ടത്. US-ലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വാത്തയും യോഗത്തിൽ പങ്കെടുത്തു. ആണവ നിലയ നിർമ്മാണത്തിൽ $5 ബില്യൺ തട്ടിയെടുത്തെന്ന ആരോപണത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും കുടുംബത്തിനുമെതിരെ ബംഗ്ലാദേശിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അഴിമതി വിരുദ്ധ പാനലാണ് കേസ് അന്വേഷിക്കുന്നത്. റഷ്യയുടെ പൊതുമേഖലാ കോർപ്പറേഷനായ റോസറ്റം ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന രൂപൂർ ആണവ നിലയത്തിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികളും പങ്കാളികളാണ്. ഹസീനയ്ക്കൊപ്പം മകൻ സജീബ് വാസദ്, അനന്തരവൾ
തുലീപ് സിദ്ദിഖ് എന്നിവർക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെതിരെ ആരോപണം ഉന്നയിച്ച നജീബ് വാസദ് രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിന്റേത് പ്രഹസന വിചാരണയെന്ന് സജീവ് വാസദ് പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070, പവന് 56,560. 18 ക്യാരറ്റ് ഗ്രാമിന് 5860, പവന് 46,880. വെള്ളി ഗ്രാമിന് 95, കിലോയ്ക്ക് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും.